നമസ്കാരം. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പിൽ നിന്ന് ബംഗ്ലാദേശിനെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുറത്താക്കിയതായി റിപ്പോർട്ട്. ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വിസമ്മതിച്ചതാണ് ബംഗ്ലാദേശിന് തിരിച്ചടിയായത്. കായിക രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള നീക്കങ്ങൾക്കും അനാവശ്യമായ സുരക്ഷാ വാദങ്ങൾക്കും ICC നൽകിയ ശക്തമായ മറുപടിയായാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുടെ ആതിഥേയത്വത്തിലുള്ള പൂർണ്ണ വിശ്വാസവും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ കർക്കശതയുമാണ് ഈ തീരുമാനത്തിലൂടെ വെളിപ്പെടുന്നത്. ഇന്ത്യയിലെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ആവശ്യം ICC നേരത്തെ തന്നെ തള്ളിയിരുന്നു. ഹൈബ്രിഡ് മോഡലിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ ഇന്ത്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പൂർണ്ണ തൃപ്തി അറിയിച്ച ICC പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ ബംഗ്ലാദേശിന് 24 മണിക്കൂർ സമയപരിധിയും നൽകിയിരുന്നു. എന്നാൽ ഈ സമയപരിധിക്കുള്ളിൽ ഔദ്യോഗികമായ മറുപടി നൽകുന്നതിന് പകരം ധാക്കയിൽ പത്രസമ്മേളനം നടത്തി ICCയെ വെല്ലുവിളിക്കുകയാണ് ബംഗ്ലാദേശ് ചെയ്തത്. ഇത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ICC ചെയർമാൻ ജയ്ഷായുടെ നേതൃത്വത്തിലുള്ള സമിതി വിലയിരുത്തി. തുടർന്നാണ് ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡിനെ ടൂർണമെൻറ്റിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നത്. ലോകകപ്പ് പോലെയുള്ള വലിയൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രാപ്തിയെയും സുരക്ഷാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുവാനുള്ള ബംഗ്ലാദേശിൻ്റെ ശ്രമത്തിനേറ്റ വലിയ തിരിച്ചടിയാണിത്. ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ ഭിന്നതകൾ കായിക വേദിയിലേക്ക് വലിച്ചഴിക്കുവാൻ ശ്രമിച്ച ബംഗ്ലാദേശ് സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ഉപദേശമാണ് വിനയായത്. ഇന്ത്യ നൽകിയ ആവർത്തിച്ചുള്ള സുരക്ഷാ ഉറപ്പുകൾ അവഗണിക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനാണെന്ന് വ്യക്തമാണ്. എന്നാൽ ICC എടുത്ത ഈ കടുത്ത തീരുമാനം ഒരു രാജ്യത്തിൻ്റെ തന്നിഷ്ടത്തിനനുസരിച്ച് ആഗോള ടൂർണമെൻറ്റുകളുടെ വേദികളോ ക്രമീകരണങ്ങളോ മാറ്റാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ബംഗ്ലാദേശിൻ്റെ ഒഴിവിലേക്ക് കടന്നു വരുന്ന സ്കോട്ട്ലൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ്, ഇറ്റലി, ഇംഗ്ലണ്ട്, നേപ്പാൾ എന്നിവരെ നേരിടും. കൊൽക്കത്തയിലും മുംബൈയിലുമായിട്ടായിരിക്കും സ്കോട്ട്ലൻഡിൻ്റെ മത്സരങ്ങൾ നടക്കുക. ഇന്ത്യയിലെ ലോകോത്തര സ്റ്റേഡിയങ്ങളിൽ കളിക്കുവാനുള്ള അവസരം സ്കോട്ട്ലൻഡിന് ലഭിക്കുമ്പോൾ രാഷ്ട്രീയ പിടിവാശി കാരണം സ്വന്തം കളിക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു വേദിയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് നഷ്ടപ്പെടുത്തുന്നത്. ICCയുടെ ഈ നടപടി ഇന്ത്യയുടെ സംഘാടക മികവിനുള്ള അംഗീകാരം കൂടിയാണിത്. ഏത് സാഹചര്യത്തിലും കായികപരമായ മാന്യതയും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കപ്പെടണം എന്ന ഇന്ത്യയുടെ നിലപാടിന് ആഗോളതലത്തിൽ ലഭിച്ച വലിയ പിന്തുണ കൂടിയാണിത്. ഭീകരവാദമോ മറ്റ് സുരക്ഷാ ഭീഷണികളോ ഇല്ലാത്ത ഇന്ത്യയെപ്പോലൊരു രാജ്യത്തെ സുരക്ഷിതമല്ലെന്ന് മുദ്ര കുത്തുവാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. ഭാവിയിൽ ഇത്തരം ടൂർണമെൻറ്റുകളുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ ICC എടുത്ത ഈ മാതൃകാപരമായ തീരുമാനം കായിക ചരിത്രത്തിൽ ഇടം പിടിക്കും. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ലോകമർപ്പിക്കുന്ന വിശ്വാസം തകർക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് ഈ പുറത്താക്കൽ അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.